പ്രേമിലേക്ക് നാളെ സ്കൂളിൽ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ ഇന്നൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എങ്ങനെയും ഓട്ടം പഠിക്കണം പ്രേമിലേക്ക്. ഞാൻ എന്തായാലും അതിൽ ജയിക്കും. ജയിക്കുന്നവർക്ക് 20,000 രൂപ ക്യാഷ് പ്രൈസും കിട്ടും. 20,000 രൂപ ക്യാഷ് പ്രൈസ്? അന്റെ പകരം ഞാൻ പോയാൽ മതിയോ? ഇല്ല പ്രേമിലേക്ക്, സ്കൂളിലുള്ള കുട്ടികൾ മാത്രമേ പറ്റുള്ളൂ ആ കോമ്പറ്റീഷന്. നിന്നൊന്ന് ഓട്ടം പഠിപ്പിക്കണം. അതിന് നമുക്കൊരു ചലഞ്ച് വെക്കെന്നാ. ഇവിടുന്ന് ഞാനും നീയും കൂടിയിട്ട് റോഡിന്റെ അവിടേക്ക് ഓടി എത്തണം. പറ്റുമോ? എന്റെ റണ്ണിങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓടിക്കോ എന്റെ പിന്നാലെ തന്നെ വന്നോ. എന്റെ പിന്നാലെ എന്നെ വെട്ടിക്കാറ്റോ നോക്ക്. വേഗം വാ. എനിക്ക് എത്ര ഓട്ടം ഉണ്ട് നമുക്ക് നോക്കാം. എന്തിടാ ബാക്കിൽ ഒരു അനക്കും കാണാനില്ലല്ലോ. എന്റെ ബന്ധം മതിൽ ചാടിയായിരുന്നു. അത് കള്ളക്കളിയാണ് ഓടി വരാൻ പറഞ്ഞിട്ട്. എനിക്ക് ഓടാനൊന്നും പറ്റില്ല. എടാ അങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് നിന്നാ പിന്നെ എങ്ങനെ എനിക്ക് റണ്ണിങ് കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റാ? നീ എന്തായാലും വാ എന്റെ കൂടെ. നിന്നൊന്ന് ഓട്ടം പഠിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. നീ വന്ന് വണ്ടി കയറ്. വലിയൊരു പാർക്കിങ്ങിന്റെ ഒരു ഏരിയ ഉണ്ട് ഗൈസ്. അവിടെ കൊണ്ടുപോയിട്ടെ ഷിൻജാനൊന്ന് ഓട്ടം പഠിപ്പിക്കാം. എടാ ഷിൻജാൻ ഇത് വണ്ടി കയറിയില്ലേ? നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ. അവരോട് കാര്യം പറയാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചാ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്യേ. നമ്മള് റോഡ് ടു 100K ആണ് അല്ല ഫ്രാങ്ക്ലിയാക്ക? അതന്നെ ഷിൻജാൻ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എടാ എന്നാ എനിക്ക് ഇത്തിരി നേരത്തെ പറയായിരുന്നില്ല ഈ റണ്ണിങ് കോമ്പറ്റീഷന്റെ കാര്യം. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇപ്പൊ എന്നെ ഓട്ടം പഠിപ്പിക്കുക? എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നീ എന്തായാലും വായിന്റെ കൂടെ. പോലീസുകാർ എന്തി കാണിക്കുന്നു. ഇപ്പൊ കൊണ്ടുപോയി അലക്കിയായിരുന്നു. ഈ റോഡിന്റെ ഈ ഇറക്കത്തിരി സീനാണ്. പിന്നെ ഈ വളവും ഇത് ഇത്തിരി നോക്കി എടുത്തില്ലെങ്കിൽ വണ്ടി അതിൽ കാനെ പോയി കിടക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാം. A few moments later. ഇതാണ് ഗൈസ് നമ്മുടെ സിറ്റിയിലുള്ള ഏറ്റവും വലിയൊരു പാർക്കിംഗ് കൗണ്ടർ. ഇനി ഇവിടെ ഷിൻജാൻ കോടി മരിക്കുക. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ റിവേഴ്സിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിടാം. ഓക്കെ, ഇവിടെ എന്തായാലും വണ്ടി ഇരിക്കട്ടെ. ഇനി ഷിൻജാൻ ഇറങ്ങി. ഞാൻ എന്നെ കുറെ നേരം ഇവിടെ ഇട്ട് ഓടിപ്പിക്കണം. എന്നാലും എനിക്ക് ഇതിന്റെ ഒരു പിടുത്തം മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് നാളത്തെ കോമ്പറ്റീഷനിൽ എന്നെ എന്തായാലും വിന്നറാക്കണം. നീ എന്തായാലും ഇന്റെ കൂടെ തന്നെ ഓടി വരണം. ഒക്കെ ഓടിക്കോടിക്കും. ഇന്റെ കൂടെ തന്നെ പോന്നോ. എവിടെ റെസ്റ്റ് ഉണ്ടാവില്ല. എന്നെ എങ്ങനെയും ഓടിപ്പിക്കണം. എടാ ഷിൻജാൻ എന്റെ കൂടെ വാ. ഇവിടുന്ന് നമുക്ക് ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഞാൻ എന്തായാലും ഓടാൻ പോവാണ്. ഞാൻ എന്തായാലും എന്റെ പിന്നാലെ തന്നെ വരണം. ഈ ഷിൻജാനെ എങ്ങനെയാലും ഒന്ന് ഓടിപ്പിടിപ്പിക്കട്ടെ ഗൈസ്. ചെക്കനെ എവിടെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടിപ്പിക്കണം. പിന്നാലെ തന്നെ പോരെ. ഷിൻജാനെ എന്റെ പിന്നിൽ തന്നെ അല്ലേ? ഞാൻ എങ്ങനെയല്ലേ ഇവനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓട്ടം പഠിപ്പിക്കട്ടെ. എന്നാലും എനിക്ക് നാളത്തെ കോമ്പറ്റീഷനിൽ വിന്നർ ആവാൻ പറ്റുള്ളൂ. ഷിൻജാനെ കൂടെ തന്നെ പോരട്ടെ. എവിടെ നിക്കണ്ട. എന്റെ പിന്നാലെ തന്നെ പോരെ. റെസ്റ്റ് എടുക്കട്ടെ. എത്ര നേരായി ഈ പാർക്കിംഗ് ഏരിയ മൊത്തം ഓടി. എനിക്ക് ഓടാൻ വയ്യ. എങ്ങനെയും വീട്ടിൽ എത്തി ഫ്രണ്ടിലേക്ക്. ഓക്കെടാ ഷിൻജാനെ, എന്തായാലും നീ നല്ല രീതിക്ക് തന്നെ ഓടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നീ വണ്ടി കയറി വീട്ടിലോട്ട് പോവാ. വാ എനിക്ക് നടക്കാൻ തന്നെ വയ്യ. എന്നാലും എനിക്കാണ്ട് നോക്കാം. വായോ, നമുക്ക് വീട്ടിൽ പോവാം. എന്തായാലും വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് കയറാം. ഇവിടെ നിന്നാ മതി. ഓക്കെ ഫ്രണ്ടിലേക്ക് വേഗം വായ, എനിക്ക് വയ്യ. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ നാളെ ഷിൻജാന്റെ കോമ്പറ്റീഷനിൽ വെച്ച് കാണാം ഗൈസ്. ഇന്നാണ് നമ്മളെ ഷിൻജാന്റെ റണ്ണിങ് കോമ്പറ്റീഷന്റെ ദിവസം. എന്താണ് ഷിൻജാനെ പേടിണ്ടാ? അതൊന്നും പേടിക്കണ്ട. ഒന്ന് വണ്ടി കയറി. ഇല്ലടാ, നീ ഇന്നലെ കൊറേ കഷ്ടപ്പെട്ടിട്ടില്ലേ? ആ ഓട്ടൊക്കെ നീ എടുക്ക. അവിടെ നീ എന്തായാലും വന്ന് വണ്ടി കയറി. എടാ പിന്നെ എന്തിനാണ് ഇന്നലെ ഇത്ര കഷ്ടപ്പെട്ടത്? മര്യാദക്ക് വന്ന് വണ്ടി കയറി. തമാശ കളിക്കല്ലേ? നീ വന്ന് വണ്ടി കയറി. നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. A few moments later. ഇവിടെ എവിടെക്കൊണ്ടാണല്ലോ വരാൻ പറഞ്ഞു. അതേ കാണുന്ന സ്ഥലമാണല്ലേ. ഇവിടെ അല്ല ഇവന്റെ ശരിക്കുള്ള റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ശരിക്കുള്ളത് എയർപോർട്ടിലാണ്. ഇവിടെ ജസ്റ്റ് ഇവന്റെ റണ്ണിങ് സ്റ്റെബിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ കൂടാണ്ട് വേറെ 3 ചെക്കന്മാരും കൂടി ഉണ്ട് ഇവന്റെ കൂടെ റണ്ണിങ്ങിന്. അതും എന്റെ ക്ലാസ്സിലുള്ള ചെക്കന്മാരനാണ്. അല്ല എന്റെ സ്കൂളിലെ ചെക്കന്മാരനെയാണ്. അപ്പോൾ എന്തായാലും ഇവന്റെ റണ്ണിങ് സ്റ്റെബിലിറ്റി ഒക്കെ ഇവിടെ വെച്ച് നടക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് നേരെ നമ്മളെ എയർപോർട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ആവും ശരിക്കുള്ള റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ കാണാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് ഞാൻ അവിടെ വെച്ചിട്ട് കാണാം. ഇവരൊക്കെ ഉണ്ട് എന്റെ കൂടെ റണ്ണിങ് കോമ്പറ്റീഷന് വേണ്ടിട്ട് ഉള്ളത്. തടിയപ്പനൊക്കെ ഉണ്ടല്ലോ, കാണുമ്പോ ഇന്നെ വെട്ടിക്കുന്നു തോന്നുന്നു. നമുക്ക് എന്തായാലും മാക്സിമം ഓടാൻ നോക്കാം. നമ്മളെ റണ്ണിങ് കോമ്പറ്റീഷൻ ഇവിടെ സ്റ്റാർട്ട് ആയേക്കാണ്. ഇവന്മാര് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇവന്മാര് എന്റെ തൊട്ട ബാക്കിൽ തന്നെ ഉണ്ട്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ ഓടും. എനിക്ക് ഓടുന്ന പവർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ലൈക്ക് അടിച്ച് തോന്നണില്ലേ? അതുകൊണ്ട് ചെറിയ പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അറ്റത്തേക്ക് എത്തണം കേസ് എയർപോർട്ടിന്റെ. എനിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ വയ്യ. പക്ഷെ ഞാൻ ഓടും കേസ്. എനിക്ക് ഈ റണ്ണിങ് കോമ്പറ്റീഷനിൽ ജയിക്കണം. ഓടി ചിഞ്ചാനെ ഓട്. നിന്നെ കൊണ്ട് പറ്റും ചിഞ്ചാനെ ഓട്. അയ്യോ കേസ്, എന്റെ കാലൊക്കെ തളർന്നു. എന്നാലും പറ്റില്ല ചിഞ്ചാനെ. ഓടുക ചിഞ്ചാനെ, എന്നെ കൊണ്ട് പറ്റും ചിഞ്ചാനെ. എത്തി. നമ്മളിനി കുറച്ചും കൂടി കവർ ചെയ്താൽ മതി. അയ്യോ കേസ്, എനിക്ക് ഓടാൻ തന്നെ വയ്യ. പറയാൻ തന്നെ വയ്യ. നമ്മളെത്തി. ഞാനാണ് ഫസ്റ്റ്. ഓടി നിൽക്കട്ടെ. അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ നമ്മളവരെ വെട്ടിച്ചു. നമ്മളാണ് ഫസ്റ്റ്. അയ്യോ ഞാൻ വിചാരിച്ചു തടിയപ്പനൊക്കെ എന്നെ വെട്ടിക്കുന്നു. എന്തായാലും നമ്മള് ഇതിൽ ജയിച്ചിട്ടുണ്ട്. ചെറുക്കാ, എനിക്കെന്തോ ഓട്ടണ്ട. അപ്പൊ ഞങ്ങളാരായി? എന്തായാലും ക്യാഷ് പ്രൈസ് കിട്ടിയില്ല.
ഇനി നീ അവിടെ സ്കൂളിൽ തന്നെ ഇനി നോക്കിക്കോ. അതെ ഏട്ടന്മാരെ താങ്ക് യു. അവിടെ ഫ്രണ്ട്ലിയൊക്കെ എനിക്ക് ഒന്നും പറയാൻ തന്നെ വയ്യ. എന്തായാലും കേസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകട്ടോ. A few moments later. അവിടെ ചിഞ്ചാനെ ഞാൻ പ്രതീക്ഷിക്കാനായിട്ടും കൂടുതലായിട്ട് നീ ഓടിയടാ, പവറായിട്ട് നീ ഓടി. എനിക്കറിയാമായിരുന്നു നീ തന്നെ ഇതിൽ ജയിക്കുള്ളൂ. നമുക്ക് കാശ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി ഈ ക്യാഷൊക്കെ ഷിൻജാനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടായിരുന്നു. എന്തായാലും ഇവൻ്റെ സ്കൂളിൽ ഇവനൊരു മെയിനും കൂടി ആകും. അപ്പോൾ ഷിൻജാനെ വീട്ടിൽ പോയി കിടന്നോ, സുഖമായിട്ട് ഇനി ഉറങ്ങിക്കോ. വായോ വീട്ടിൽ പോവാ, അല്ലെ നമുക്ക് വീടിനകത്ത് പോവാ. ഈ ഫ്രണ്ടിലേക്കാ എനിക്ക് നടക്കാൻ തന്നെ വയ്യ, എന്നെ എടുത്തോണ്ട് ഫ്രണ്ടിലേക്കാ. എടാ എന്താ പറയണേ, എടുത്തുകൊണ്ടുപോവാനാ? എന്തായാലും നമുക്ക് അവനെ എടുത്തുകൊണ്ടിരാ, അല്ലാണ്ട് അവനക്ക് നടക്കാൻ കഴിയുണ്ടാവില്ല, അവനക്ക് കടക്കാൻ കഴിയുണ്ടാവില്ല ഗൈസ്. ഒരു എയർപോർട്ട് മൊത്തമാണ് അവൻ ഓടിയത്. എന്തായാലും ഇവനെ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടാക്കട്ടെ ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുക. ചിഞ്ചാനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും വീഡിയോക്ക് ലൈക്ക് അടിക്ക്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഈ റണ്ണിങ് കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചില്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.